students, today we are going to discuss about over-the-counter derivatives and exchange-traded derivatives. In the last class, we have discussed about the over-the-counter derivatives and exchange-traded derivatives. Today we are going to discuss the differences between, what are the differences between the over-the-counter derivatives and exchange-traded derivatives. First of all, we are classified into two sides, over-the-counter derivatives and exchange-traded derivatives. So first of all, the first difference is over-the-counter derivative is more flexible. Over-the-counter derivative is more flexible. പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ഏതാണ്? Over-the-counter derivatives more flexible ആണ്. Flexible. Over-the-counter derivatives are more flexible as compared to the exchange-traded derivatives. When we are comparing the exchange-traded derivatives, over-the-counter derivatives are flexible. Flexible എന്ന് വെച്ചാൽ എന്താണ്? അയവുള്ളതാണ്. There is no rules and restrictions. നിയന്ത്രണങ്ങളോ കൃത്യമായ ഘടനയോ സ്ട്രക്ചറോ ഒന്നുമില്ലാത്ത മാർക്കറ്റാണ് ഏത്? Over-the-counter market. Over-the-counter market does not have restriction. Does not have the restriction, rules and regulations to follow. ഒന്നും തന്നെ ഇല്ല. ഇറ്റ്സ് എ പ്രൈവറ്റ് എഗ്രിമെന്റ്, ഇറ്റ്സ് എ പ്രൈവറ്റ് അറേഞ്ച്മെന്റ്. പ്രൈവറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് ആർ മോർ ഫ്ലെക്സിബിൾ ടു ഓപ്പറേറ്റ്. പിന്നെയോ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ആണെങ്കിലോ ദീസ് ആർ ലെസ് ഫ്ലെക്സിബിൾ. ദീസ് ആർ ലെസ് ഫ്ലെക്സിബിൾ ബിക്കോസ് ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് are traded through the recognized stock exchanges. അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് there have some rules and regulations to follow. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഓരോ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്യേണ്ടി വരും. സോ കണ്ടിൻജന്റ് ആയിരിക്കും, സിറ്റുവേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. These transactions done through the recognized stock exchanges should follow some rules and regulations. That's why exchange traded derivatives are less flexible. But in the case of over-the-counter derivatives, it is a private arrangement or agreement over the stock exchange or over the stock exchange. That's why it is more flexible. It is a private agreement between two parties. Okay, second one, customized contract. Over the counter derivatives are the customized contracts as per the contracting parties. Over the counter derivative ന്റെ പ്രത്യേകതയാണ് it is customized. കസ്റ്റമേഴ്സിന്റെ, ഇൻവെസ്റ്റേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നു. കോൺട്രാക്റ്റ് ആർ കസ്റ്റമൈസ്ഡ്. നോ പ്രോപ്പർ സ്റ്റാൻഡേർഡ്, നോ പ്രോപ്പർ സ്ട്രക്ചർ ഫോർ കോൺട്രാക്ട്. കൃത്യമായ ഘടനയോ കൃത്യമായ സ്ട്രക്ചറോ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത, സ്റ്റാൻഡേർഡ് നിലവാരവും ഇല്ലാത്ത, കൃത്യമായ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്ത കരാറുകളാണ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവിലുള്ളത്. ഇറ്റ് ഈസ് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് കോൺട്രാക്ട്, എമൗണ്ട് ഓഫ് കോൺട്രാക്ട്, മെച്യൂരിറ്റി ഓഫ് കോൺട്രാക്ട്. കരാറിൻ്റെ കാലാവധിയിലോ കരാറിൻ്റെ തുകയിലോ കരാറിൻ്റെ സൈസിലോ വലുപ്പത്തിലോ ഒക്കെ എന്ത് ചെയ്യുന്നു? കൃത്യമായ നിലവാരം പുലർത്താത്ത, നിലവാരമില്ലാത്തതാണ് ഏത്? ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ്. These contracts are created on the basis of customers' requirements. കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ടാണ് ഇവിടെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. സോ ഈച്ച് ആൻഡ് എവറി കോൺട്രാക്ട് ഇൻ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് ഈസ് ഡിഫർ. ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലുള്ള എല്ലാ കോൺട്രാക്റ്റുകളും കസ്റ്റമൈസ്ഡ് ആണ്. ദാറ്റ് മീൻസ് യുണീക്ക് ആണ്, വ്യത്യസ്തമാണ്, ഓരോന്നും വെവ്വേറെയാണ്. ഇൻ ദെയർ എമൗണ്ട്, സൈസ്, മെച്യൂരിറ്റി ഡേറ്റ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന്റെ, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിന്റെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ എന്ത് മാറും? ഇവിടെ കരാറിലെ ഇതിൽ മാറ്റം വരുമെന്നാണ് പറയുന്നത്. അതാണ് കസ്റ്റമൈസ്ഡ്. പിന്നെയോ നോട്ട് കസ്റ്റമൈസ്ഡ് contract. In exchange traded derivatives,
Not customized contracts are there. Not customized. The contracts are not customized on the needs of contracting parties. കരാറിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കരാറിനെ കസ്റ്റമൈസ് ചെയ്യുന്നില്ല. That means there is a standard. There is a standard for the contracts. കോൺട്രാക്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ള നിലവാരമുണ്ടാവും, ഘടനയുണ്ടാവും. അതാണ് നോട്ട് കസ്റ്റമൈസ്ഡ് എന്നറിയപ്പെടുന്നത്. പിന്നെയോ there have some counterparty risk in over the counter market. Over the counter മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു ഏത്? കൗണ്ടർ പാർട്ടി റിസ്ക്. ഡിഫാൾട്ടിംഗ് ഇൻ റീപേയ്മെന്റ് ഓഫ് ലോൺ, റീപേയ്മെന്റ് ഓഫ് മണി, പണം തിരിച്ചു കൊടുക്കുന്നതിൽ, പണവും പലിശയും ഒക്കെ തിരിച്ചു കൊടുക്കുന്നതിൽ എന്ത് ചെയ്യുന്നു, വീഴ്ച വരുത്തുന്നതിനെയാണ് നമ്മൾ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. വൺ പാർട്ടി ഫെയിൽസ് ടു റീപേയ്മെന്റ് ഓഫ് ദി എമൗണ്ട്. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, കരാറിൽ ഏർപ്പെട്ട കോൺട്രാക്റ്റിംഗ് പാർട്ടീസിലെ ഒരാള് പണം തിരികെ നൽകുന്നതിൽ, എമൗണ്ട് പണം തിരികെ നൽകുന്നതിൽ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. ഇഫ് എ പേഴ്സൺ ഫെയിൽസ് ഇൻ റീപേയ്മെന്റ് ഓഫ് മണി, ഇഫ് എനി വൺ ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടി ഫെയിൽസ് ഇൻ റീപേയ്മെന്റ് ഓഫ് മണി, ദാറ്റ് ഇസ് കോൾഡ് കൗണ്ടർ പാർട്ടി റിസ്ക്. ഇത്തരത്തിൽ കൗണ്ടർ പാർട്ടി റിസ്ക്, കരാറിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കരാർ പ്രകാരമുള്ള പ്രവൃത്തി ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്നറിയപ്പെടുന്നത്. ഇൻ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് there is കൗണ്ടർ പാർട്ടി റിസ്ക്. അവിടെ എന്തുണ്ട്, കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. പക്ഷെ ഇവിടെയോ ഇൻ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ് there is no കൗണ്ടർ പാർട്ടി റിസ്ക്. ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല. ഇവിടെ കരാറിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എന്ത് ചെയ്യും, അവരുടെ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അവരവരുടെ കടമകൾ കൃത്യമായിട്ട് ചെയ്യും. there is no due, there is no default in repayment of money, there is no due or default in repayment of money in exchange traded derivative. exchange traded derivative ഡിഫാൾട്ട് ഉണ്ടാവില്ല, വീഴ്ചയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, നോ കൗണ്ടർ പാർട്ടി റിസ്ക്. കരാറിൽ ഏർപ്പെടുന്ന പാർട്ടീസിന്റെ ഇടയിൽ ഒരു റിസ്ക് ഉണ്ടാവില്ല, കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവില്ല, പേയ്മെന്റ് ഒക്കെ കൃത്യമായി നടക്കും. ഹിയർ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹിയർ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ട് ആസ് ഗ്യാരണ്ടിയർ. ഹിയർ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ട് ആസ് ഗ്യാരണ്ടിയർ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സിൽ കരാറിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുടെയും ഇടയിലായിട്ട്, ഇടനിലക്കാരനായിട്ട്, ഇന്റർമീഡിയറി ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ട് ആസ് ഗ്യാരണ്ടിയർ. ഒരു ഗ്യാരണ്ടിയർ എന്നുള്ള രീതിയിലാണ് ആര് പ്രവർത്തിക്കുന്നത്, ഇവിടെ ആര് പ്രവർത്തിക്കുന്നത്, നമ്മളുടെ ഈ പറയപ്പെടുന്ന ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ there is no chance for counterparty risk. Next one, parties can enter and exist as per the contract. ഇവിടെ കരാറിൽ എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നു, കരാർ പ്രകാരമേ പറ്റുള്ളൂ. പാർട്ടീസിന് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നതിനും ഇതിൽ നിന്ന് പോകുന്നതിനും എക്സിറ്റ് ചെയ്യുന്നതിനും എന്താണ്, കരാർ പ്രകാരമേ സാധിക്കുകയുള്ളൂ. പക്ഷേ പാർട്ടീസ് ക്യാൻ എൻ്റർ ആൻഡ് എക്സിറ്റ് അറ്റ് എനി ടൈം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സിന്റെ കേസിൽ എന്ത് ചെയ്യുക, പാർട്ടീസിന് എൻ്റർ ചെയ്യാനും അതുപോലെ എക്സിറ്റ് ചെയ്യാനും ഏത് സമയത്തും പറ്റും എന്നുള്ളതാണ്. അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് വെരി ഹൈ ഇൻ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. Over the counter market is a private agreement or arrangement for selling the derivatives or other financial instruments. That's why the transaction cost is very high due to the lack of an intermediary like recognized stock exchanges. The transaction cost very high. Here the transaction cost is normal. In exchange traded derivative, transaction cost is normal. Transaction cost is normal ആണ്. പിന്നെ സ്ക്യൂയിങ് പ്രൈസിങ് ആസ് പെർ ദ പാർട്ടീസ് മേ നോട്ട് ബി ദ സ്ട്രോങ്. സ്ക്യൂയിങ് പ്രൈസിങ് എപ്പോഴും എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആയിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് ഇയർ ഹാസ് നോ സ്റ്റാൻഡേർഡ് പ്രൈസ്. കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് ഇല്ല, കൃത്യമായ ഒരു വില നിലവാരം ഇവിടെ കോൺട്രാക്റ്റിനില്ല, ഡെറിവേറ്റീവ്സിനില്ല. ഹിയർ ദ കോൺട്രാക്ട് ഓർ ഡെറിവേറ്റീവ് ഡസ് നോട്ട് ഹാവ് എ സ്റ്റാൻഡേർഡ് പ്രൈസ്. കൃത്യമായ നിലവാരത്തിലുള്ള ഒരു പ്രൈസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ സ്ക്യൂയിങ് പ്രൈസിങ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടെയോ there is standard pricing. Here already fixed the price of a contract, the price of derivative, the value of derivative already fixed. Here the standard pricing is standard pricing in exchange traded derivative.
And the last one, difficulty in selecting matching seller and buyer. In over-the-counter market, there is a difficulty in finding or selecting matching buyer and seller. അതായത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ മാച്ചിങ് ആയിട്ടുള്ള, അതായത് യോജിക്കുന്ന വിൽപ്പനക്കാരനെയും വാങ്ങുന്ന വ്യക്തിയെയും കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈവറ്റ് arrangement. That's why here has the difficulty to find the matching buyer and seller. യോജിക്കുന്ന, അതായത് ബയർക്ക് എന്താണോ വേണ്ടത് അയാളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് സെല്ലറും വേണം. അപ്പോൾ ബയറുടെ റിക്വയർമെന്റ്സിനനുസരിച്ച്, ബയറുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അത് വിൽക്കാൻ തയ്യാറായിട്ടുള്ള സെല്ലർ വേണം. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരെയും മാച്ച് ചെയ്യാം, ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു പ്രയാസം എവിടെയുണ്ട്? ഇവിടെ ഓവർ ദി കൗണ്ടർ മാർക്കറ്റിലുണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് ദർ ഇസ് നോ സച്ച് റിസ്ക്. അത്തരത്തിലുള്ള റിസ്ക് ഇവിടെ ഇല്ല. ബിക്കോസ് ഹിയർ ദ ഇന്റർമീഡിയറി ഈസ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ദാറ്റ് ഇസ് എ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ ബയർ ആൻഡ് സെല്ലേഴ്സ് who meet together and matching their needs, financial needsന് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയറേയും സെല്ലറേയും സഹായിക്കുന്ന ഒരു ഇന്റർമീഡിയറി ആയിട്ട്, ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. സോ ദീസ് ആർ ദി മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ്. ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.